നമ്മൾ പറഞ്ഞു നിർത്തിയത് 18 സംവത്സരമായി കൂനിയായിരുന്ന സ്ത്രീയെ ദൈവം സൗഖ്യമാക്കിയതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അബ്രഹാമിൻ്റെ സന്തതിയായ, അബ്രഹാമിൻ്റെ മകളായ ഇവളെ സാത്താൻ ബന്ധിച്ചിരുന്ന 18 വർഷത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി വിടുന്ന ഒരു സാഹചര്യം. ആ അത്ഭുതമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇന്ന് അടുത്ത അത്ഭുതത്തിലേക്കാണ് നമ്മൾ വരുന്നത്. 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വേഗം വായിക്കാം. ലൂക്കോസ് 17-ന്റെ 11 മുതൽ 19 വരെ. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിലൊരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. അപ്പം ഇവിടെ ഈ 10 പേരിൽ ഒരാൾ അന്യജാതിക്കാരനാണെന്നാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. ബാക്കി 9 പേരും സ്വജാതിക്കാരാ. പക്ഷേ വിടുതൽ കിട്ടി അവർ വന്ന വഴിക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. നമ്മൾ ഈ അത്ഭുതത്തിലേക്ക് ഇന്ന് രാത്രി വരുമ്പോൾ ഇതിനൊരു താക്കോൽ വാക്യമുണ്ട്. ഈ അത്ഭുതത്തിൻ്റെ താക്കോൽ വാക്യം എന്ന് പറഞ്ഞാൽ അത് വെച്ചാണ് ഇത് നമ്മൾ ചിന്തിച്ചു തുടങ്ങണ്ടേ. സ്തോത്രം. അത് 14-ാമത്തെ വാക്യമാണ്. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. പോകുന്ന വഴിക്ക് അവരെന്തായി? ശുദ്ധരായി. സ്തോത്രം. സൗഖ്യമാകാൻ കർത്താവ് പറഞ്ഞോ? ഇല്ല. അവിടെ ഒരു കൽപ്പനയും പുറപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ, പുറത്തു വരാൻ പറഞ്ഞതുപോലെ, സൗഖ്യമാകാൻ പറഞ്ഞതുപോലെ തൊടുകയോ ഒന്നും ചെയ്തില്ല. ഒരു അഡ്വൈസ്, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. സ്തോത്രം. എത്ര കാലമായെന്ന് ചോദിച്ചില്ല, ഒരു ചോദ്യവുമില്ല, പറച്ചിലുമില്ല. ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങളോട് മനസ്സലിയണം, ഞങ്ങളെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത മറുപടി എന്താ? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്തത് അവിടെ ഒരു സെമിക്കോളനാണ്. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അപ്പം ഇവർ പോകുന്നതിന് മുമ്പ് സൗഖ്യമായില്ല. മനസ്സിലായോ? പോകാൻ തുടങ്ങി, പോകുന്ന വഴിയിൽ ഓൺ ദ വേയിലാണ് ഇവർ സൗഖ്യമാകുന്നത്. അപ്പം എന്താണ് ഞാൻ ഇതിൻ്റെ താക്കോൽ വാക്യം എന്നിത് പറയാൻ കാരണം, ഇന്നും അത്ഭുതങ്ങളുടെ ഒരു കീ ഇതിനകത്താണ് കിടക്കുന്നേ. സ്തോത്രം. നമ്മളെല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടിയുമായിട്ടായിരിക്കുമോ നമ്മൾ ഇന്ന് രാത്രി പോകുന്നേ? ആയിരിക്കത്തില്ല. നമ്മൾ പക്ഷേ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചങ്ങ് പോകുകയാ. അതുപോലെ ഇവിടെ നമ്മൾ കാണുന്നതും അവൻ്റെ വാക്ക് വിശ്വസിച്ച് അവർ പോയി. ഒരാമേൻ പറഞ്ഞേട്ടെ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും അതാണ്. 21 ഇരുന്ന ആദ്യത്തെ വിഷയത്തിൽ ഇന്ന് മറുപടി കിട്ടിയോ? കിട്ടും. അതാണ് നമ്മളെ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നാളെയും കൊണ്ടിരുന്നത് എന്താ? കിട്ടും. സ്തോത്രം. എന്ന് കിട്ടും? ദൈവം പറഞ്ഞെന്നുറപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് അത് കിട്ടും. ഹല്ലേലൂയ. നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, ഫെയ്ത്ത് മാത്രമല്ല ഒബീഡിയൻസും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് സഭയെ പഠിപ്പിച്ചത് പ്രവൃത്തി കൂടാത്ത വിശ്വാസം ചത്തത. ഒരു ഒബീഡിയൻസ് ഉണ്ട് ഇതിനകത്ത്. എന്താ ഒബീഡിയൻസ്?
എന്താ ഒബീഡിയൻസ് എന്ന് പറഞ്ഞ? അവര് യേശു കാണിക്കാൻ പറഞ്ഞപ്പോ അവരെ തന്നെ നോക്കി. കാരണം കേട്ടതൊക്കെ എന്തുവാ? യേശു പറഞ്ഞപ്പോഴൊക്കെ സൗഖ്യമായിട്ടുണ്ട്. യേശു ഇടപെട്ട വിഷയമൊക്കെ ഓൺ ദ സ്പോട്ടിൽ. പോകെന്ന് പറഞ്ഞപ്പം ഒരുത്തനെ നോക്കി, മറ്റവൻ ഇങ്ങനെ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴും സ്ഥിതി അതേപോലെ തുടരുക. മനസ്സിലാകുന്നുണ്ടോ? ആ സാഹചര്യം തുടരുമ്പോഴും, ഒന്നും കൂടെ പറഞ്ഞാൽ, അവർ ഏത് വിഷയത്തിനാണോ നിലവിളിച്ചത് ആ വിഷയം അതേപോലെ തുടരുമ്പോഴും അവർ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വെച്ചു. മനസ്സിലാകുന്ന രാമൻ പറഞ്ഞേ. അപ്പം നമ്മുടെ വിഷയം മാറുന്നോ എന്നുള്ളതല്ല, പിന്നെയോ ദൈവത്തോടുള്ള നമ്മുടെ അനുസരണമാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ 21 മറുപടി കിട്ടിയില്ല, കഴിഞ്ഞ ഉപവാസത്തിൽ മറുപടി കിട്ടിയില്ല. ഈ ഉപവാസത്തിൽ മറുപടി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നേ. അത് നമ്മുടെ വിശ്വാസമാണ്, അല്ലേ? പക്ഷേ മാറ്റം കാണുന്നില്ലെങ്കിലും മൂവ് ചെയ്യാൻ പറഞ്ഞാൽ മൂവ് ചെയ്യുന്നവരായിരിക്കണം ദൈവമക്കൾ. എന്താ കർത്താവ് അവിടെ പറഞ്ഞു വരുന്നതെന്നറിയാമോ? വിടുതലിനേക്കാൾ പ്രാധാന്യം അനുസരണത്തിനാണ്. എന്നാ മക്കളെ? വിടുതലിനേക്കാൾ പ്രാധാന്യം ദൈവത്തോടുള്ള നമ്മുടെ ഒബീഡിയൻസ് ആണ്. വിശ്വാസമുണ്ടെന്ന് പറയുകയല്ല, വിശ്വസിച്ച് നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ ചലിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ മേൽ വിടുതൽ സംഭവിക്കുന്നത്. എത്ര പേരുണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം? ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിച്ചേ, അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ പറയുക. എന്തുവാ? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. ഇതൊരു ചെറിയ കാര്യമല്ലേ ഈ പറയുന്നേ. കാരണം ലേവ്യ പുസ്തകം എടുത്തോ. ലേവ്യ പുസ്തകം 13-14 ഇതിൻ്റെ വിഷയം കിടക്കുന്നത്. ലേവ്യ പുസ്തകം 13-ലും 14-ലേക്കും വരുമ്പോൾ ഇതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇതേപോലെ പുരോഹിതനെ കാണിക്കാൻ പറയുന്ന മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. വായിച്ചു. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ. അവിടെയും യേശു പറയുക, നോക്ക്, നീ ആരോടും പറയണ്ട. പിന്നെ നീ എന്ത് വേണം? അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാൻ. അതും ശ്രദ്ധിച്ചോണം. നിന്നെ തന്നെ പുരോഹിതന് കാണിക്കുക. രണ്ടാമത് എന്താ പറയുന്നേ? മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ന്യായപ്രമാണത്തിന്റെ തുടർച്ചയാണ്. മനസ്സിലായോ? രണ്ടും ഒരേ വിഷയമായി യേശു കൈകാര്യം ചെയ്യുന്നത്. അവിടെ സൗഖ്യമാക്കാൻ പറയുന്നില്ല, കൈവെക്കുന്നില്ല, കൽപ്പിക്കുന്നില്ല. ഡയറക്റ്റ് പറയുക, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിക്കുക. ഇവിടെ സൗഖ്യമാക്കിയിട്ട് പറയുക, നീ ആരോടും പറയണ്ട, നീ നിന്നെ തന്നെ പോയി ആർക്ക് കാണിക്കുക? പുരോഹിതന് കാണിക്കുക. സ്തോത്രം. അപ്പൊ ഇവിടെ രണ്ടും കോമൺ ആയി ഈ വിഷയത്തോട് കർത്താവ് പറയുന്ന പദം എന്താ? നിന്നെ തന്നെ പുരോഹിതന് കാണിക്കുക. 2, മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക. ഈ ഭാഗം ചിന്തിക്കുമ്പോഴാണ് ഈ മിറക്കിളിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. മോശയുടെ പ്രമാണം അനുസരിച്ച് പാളയത്തിലോ ഇസ്രായേൽ മക്കളുടെ ഇടയിലോ കുഷ്ഠമുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ ഒരു വ്യക്തിക്കേ ദൈവം അനുവാദം കൊടുത്തിട്ടുള്ളൂ. അത് പുരോഹിതനാ. ആർക്കാ? പുരോഹിതന്മാർക്ക്, പുരോഹിത പുത്രന്മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഗണത്തിൽപ്പെട്ടവർക്ക്, ആ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മാത്രമേ കുഷ്ഠമെന്ന രോഗവിഷയത്തെ വിധിക്കാനോ അശുദ്ധനാണെന്നോ വിശുദ്ധനാണെന്നോ വിധിക്കാൻ പ്രമാണമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? പുരോഹിതനാ. സ്തോത്രം. ലേവ്യ പുസ്തകം
13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ ആദ്യം വായിക്കാം. രോഗമുണ്ടെങ്കിലുള്ള അവസ്ഥയാണ് അവിടെ. യഹോവ പിന്നെയും മോശയോടും അഹ്റോനോടും അരുളി ചെയ്തത് എന്തെന്നാൽ, ഒരു മനുഷ്യന്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ അവൻ പുരോഹിതനായ അഹ്റോന്റെ അടുക്കലോ പുരോഹിതന്മാരായ അവന്റെ പുത്രന്മാരിൽ ഒരുത്തന്റെ അടുക്കലോ കൊണ്ടുവരും. വേറെങ്ങും പോകാൻ അനുവാദമില്ല. എവിടെ പോകണം? പുരോഹിതനോ പുരോഹിതൻ പുത്രന്മാരുടെ അടുക്കലോ പോകണം. ഇതിനൊരു ഭയങ്കര ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. പുരോഹിതൻ, നമുക്കൊരു മഹാ പുരോഹിതൻ. ഇത് അങ്ങോട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. കുഷ്ഠം എന്തിനെയാണ് കാണിക്കുന്നറിയാവോ? സത്യം പറഞ്ഞാൽ പാപത്തെയാണ് കാണിക്കുന്നത്. ആ പാപത്തെ കൈകാര്യം ചെയ്യാൻ മഹാപുരോഹിതനായ യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അത് നമ്മുടെ വിഷയമല്ല, നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ അത് വന്നേ ഉള്ളൂ. അപ്പം പുരോഹിതൻ അശുദ്ധൻ എന്ന് വിധിച്ചാൽ എല്ലാ നിലകളിലും അവൻ ഒറ്റപ്പെടും. പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോന്റെ അടുക്കലോ പുരോഹിതന്മാരായ അവന്റെ പുത്രന്മാരിൽ ഒരുത്തന്റെ അടുക്കലോ കൊണ്ടുവരണം. 3-ാം വാക്യം, പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കണം. വടുവിന് അകത്തുള്ള രോമം വെളുത്തും വടു ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമായി കണ്ടാൽ അത് കുഷ്ഠലക്ഷണം. പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം. ആ വാക്കൊക്കെ ചിന്തിക്കുമ്പോൾ കർത്താവിനെ കുറിച്ചൊന്നും മനസ്സ് ധ്യാനിച്ചോണം. അതിന് പാരലായിട്ട് നിങ്ങൾ ചിന്തിക്കാമെങ്കിൽ നല്ലതാ. പാപിയാന്ന് വിധിക്കാൻ ആർക്കാ അധികാരമുള്ളേ? അതല്ലേ കർത്താവ് ചോദിച്ചത്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? കർത്താവ് ഒരുവനെ പാപി എന്ന് വിളിച്ചാൽ അവൻ പാപിയാ. കർത്താവ് ഒരുവനെ അശുദ്ധനല്ല എന്ന് പറഞ്ഞാൽ അവൻ വിശുദ്ധനാ. സ്തോത്രം. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നമ്മൾ ഈ കുഷ്ഠം, നമ്മൾ ഇന്നത്തെ കുഷ്ഠമല്ല കേട്ടോ. ഇന്നത്തെ കുഷ്ഠം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്കറിയാലോ, ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡിലുള്ള ഇന്നത്തെ ലെപ്രസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ അവയവമൊക്കെ ഊർന്നു പോകുന്നൊരു രോഗമല്ലേ, അല്ലേ? വിരള്. പക്ഷെ അന്നത്തെ കുഷ്ഠം എന്ന് പറയുന്നത് ആ കുഷ്ഠമല്ല, ത്വക്ക് സംബന്ധമായ രോഗമാണ്. ഞാനത് 1-2 കാര്യങ്ങൾ നിങ്ങളെ തെളിയിച്ച് കാണിക്കാം. 1-ാമത്തെ കുഷ്ഠം എന്നാന്ന് ചോദിച്ചാൽ വെളുത്ത പുള്ളിയാ. സ്തോത്രം. അത് റെഫറൻസ് വായിക്കാൻ സമയം എടുക്കുന്നില്ല. ആ 13-ാം അധ്യായം നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ മതി. അതിനകത്തുണ്ടിത്. എന്താണ് വെളുത്ത പുള്ളി? അങ്ങനെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വെളുത്ത പുള്ളി കണ്ടാൽ ആദ്യം ആ വ്യക്തിയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. 7 ദിവസം ക്വാറന്റൈനാ. 7 ദിവസം. അല്ല, നമ്മുടെ നേതാക്കരല്ല ഈ സംഭവം കണ്ടുപിടിച്ചത്. പണ്ടേ എന്തോ ഉണ്ട്, ക്വാറന്റൈൻ ഉണ്ട്. സ്തോത്രം. 7 ദിവസം മാറ്റിപ്പാർപ്പിക്കും. ഒരു സഹകരണം കാണത്തില്ല. പുരോഹിതന് മാത്രമേ ഈ വ്യക്തിയെ കാണാൻ അനുവാദമുള്ളൂ. 7 ദിവസം കഴിയുമ്പോൾ ഇത് മങ്ങിത്തുടങ്ങിയാൽ പുരോഹിതൻ അവനെ വിശുദ്ധനായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഇനി പിന്നെ അടുത്ത ദിവസം ഇത് പൊങ്ങി വന്നാൽ അടുത്ത 7 അവനെ അശുദ്ധനായി. അപ്പം ഇതാണ് 1-ാമത്തെ കുഷ്ഠം എന്ന് പറയുന്നത്. 2-ാമത്തേതെന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് റോ ഫ്ലഷ് എന്ന, പച്ചമാംസം. ഒന്നുകൂടെ പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് ഫ്ലഷ് എന്ന, ഡിസീസ്ഡ് ഫ്ലഷ്. ഒന്നുകൂടെ പറഞ്ഞാൽ പഴുപ്പിന്റെ അനുഭവം. ശരീരത്തിൽ പഴുപ്പുണ്ടാകും, ത്വക്കിന്റെ അടിയിൽ പഴുപ്പുണ്ടാകും. ആമേൻ. ഈ വിഷയം നമ്മൾ പാപവുമായിട്ട് ചേർത്ത് പഠിക്കുമ്പോഴാണ് ഈ പാപത്തിൻ്റെ ആ വൃത്തികെട്ട മുഖം നമുക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. ഡിസീസ്ഡ് ഫ്ലഷ്, പസ് വരുമെന്ന് എഴുതിയിരിക്കും. ഇതോ വ്യക്തി ആരാ പരിശോധിക്കണ്ടേ? പുരോഹിതൻ പരിശോധിക്കണം. അത് മാറുന്നത് വരെ അവനെ അശുദ്ധനായിട്ട് പുരോഹിതനാണ് വിധിക്കുന്നത്. വേറെ ആർക്കും വിധിക്കാനൊക്കത്തില്ല. ശ്രദ്ധിച്ചേ. 3-ാമത്തെ എന്നാന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പരു വന്നു. ആ പരു ഉണങ്ങി എന്ന് നമ്മൾ പറയുമ്പോഴും അത് പഴുത്താൽ, അത് എന്താ പറഞ്ഞേ, ഇൻഫെക്റ്റഡ് ആയാൽ പുരോഹിതൻ അവനെ സ്കാൻ ചെയ്യണം. പുരോഹിതൻ അവനെ നോക്കിയിട്ട്
അത് കുറയുന്നില്ലെങ്കിൽ അവനെ ആരായിട്ട് ഏത് ഗണത്തിൽപ്പെടുത്തും? കുഷ്ഠരോഗിയായിട്ട് പെടുത്തും. ഇതിനൊക്കെ വിധികളും മുറകളും ഉണ്ട് കേട്ടോ. അതെല്ലാം വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. സ്തോത്രം. ഇത് പടരുന്നത് കണ്ടാൽ അവൻ അശുദ്ധനാ. ശരീരത്തിൽ പടരുന്നത് കണ്ടാൽ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ത്വക്ക് മുതൽ തല മുതൽ താഴെ വരെ ഇത് പടരുന്നത് കണ്ടാൽ അവനെ മാറ്റി നിർത്തിക്കുവാണ്, അശുദ്ധനാ. പിന്നുള്ളതെന്ന് പറയുന്നത് തലയിലും താടിയിലുമുള്ള ഒരു തരം ഇൻഫെക്ഷനാണ്. ഇങ്ങനെ 4-5 ഗണങ്ങളിലുള്ള കുഷ്ഠരോഗങ്ങളെ വകതിരിച്ച് പുരോഹിതനാണ് വിധിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? എങ്ങനെയാ ചെയ്യേണ്ട, എന്താ ചെയ്യേണ്ട എന്നുള്ളതെല്ലാം വിധിക്കുന്നതാ ഈ പുരോഹിതന്. ഇനി വിടിവിക്കപ്പെട്ടാലോ? വിടിവിക്കപ്പെട്ടെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഇറങ്ങി നാട്ടിൽ കൂടെ നടക്കാനൊക്കത്തില്ല. അതും പുരോഹിതൻ സർട്ടിഫൈ ചെയ്യണം. അതാണ് 14-ാം അധ്യായത്തിലേക്ക് വന്നേ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ, 1 മുതൽ 4 വരെ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതൻ തന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെല്ലണം. കുഷ്ഠരോഗി എവിടാ? പാളയത്തിന്റെ പുറത്താ. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി കേട്ടോ ദേവദാരു. ഇതാണ് മോശയോട് പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ പുരോഹിതനെ കാണിക്കണം. മോശ എന്തോ നമ്മൾ ചിന്തിച്ച മോശയോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞത് വായിച്ച് ഓർക്കുന്നില്ലേ? ശുദ്ധിയായി ഒക്കെ പുരോഹിതൻ പ്രഖ്യാപിച്ചു, ഇവൻ ശുദ്ധനാണ് എന്ന് പറഞ്ഞ് പോകാനൊക്കത്തില്ല. ഒരു വലിയ, ഞാൻ 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രാപ്തിയുള്ള ഒരു കുഷ്ഠരോഗി എങ്ങനെയാണ് ഈ ശുദ്ധീകരണത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് എന്നുള്ള കൽപ്പന പടിപടി 7 ദിവസം 7 ദിവസം 7 ദിവസം എന്ന് പറഞ്ഞ് നീട്ടി എഴുതിയിട്ടുണ്ട്. 21-ാം വാക്യത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇനി ഇതിനൊന്നും ചെയ്യാൻ വകയില്ലെങ്കിൽ ദരിദ്രനായ കുഷ്ഠരോഗിക്കുമുള്ള വകുപ്പ് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു നീണ്ട ലിസ്റ്റാ. അത്രയ്ക്ക് ഭയങ്കരമാണ് ആ കാലഘട്ടത്തിൽ ഒരു കുഷ്ഠമെന്ന് പറയുന്ന രോഗം. നിങ്ങളിതിൻ്റെ ആത്മീയ വെളിപ്പാട് മനസ്സിലാക്കിയതാണ് നിങ്ങൾ എൻ്റെ കൂടെ വരാൻ. ഒരു മനുഷ്യനും അടുപ്പിക്കത്തില്ല, ഒരു സമൂഹത്തിലും അടുക്കാനൊക്കത്തില്ല. പാളയത്തിൻ്റെ പുറത്ത് ഐസൊലേറ്റ് ചെയ്ത് കിടക്കും. ആമേൻ. വേറൊരു വ്യവസ്ഥയാണ് അവന് ജനവുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ കിടന്നവരാ നമ്മൾ. ഇന്ന് രാത്രി കർത്താവിൻ്റെ സ്നേഹമോർത്ത് കർത്താവിനെ സ്തുതിച്ചേ. ആർക്കും വേണ്ടാതെ പാപത്തിൻ്റെ കുഷ്ഠം പിടിച്ച് കിടന്നവരാ നമ്മൾ. അവിടെ നിന്നാണ് ക്രൂശിലൂടെ ദൈവം നമ്മളെ മാന്യതയുള്ളവരാക്കി മാറ്റിയത്. ശ്രദ്ധിച്ചേ, ആ ഭാഗം മുഴുവൻ വായിക്കുമ്പോൾ, അതായത് 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ എന്താ എഴുതിയത്? 4-ാം വാക്യത്തിൽ കഴുകുവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. സ്തോത്രം. അതിൻ്റെ താഴോട്ട് വായിച്ചാൽ മതി. അതിൽ 2 പക്ഷിയുണ്ട്. ആ 2 പക്ഷിക്ക് പ്രത്യേകതയുണ്ട്. അത് ശുദ്ധിയുള്ള 2 പക്ഷി ആയിരിക്കണം. ആ 2 പക്ഷിയിൽ ഒരു പക്ഷിയെ ഇതെല്ലാം കൂടെ വെച്ച് കെട്ടി അറുത്ത് കൊന്ന് അതിൻ്റെ ചോര ഇവൻ്റെ തലമേൽ തളിക്കണം. ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. എന്നിട്ട് ആ 2-ാമത്തെ പക്ഷിയെ പറപ്പിച്ച് വിടണം. വായിച്ചാൽ മതി. സ്തോത്രം. വളരെ രസകരമായ കാര്യമാണ്. പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ എന്ത് ഫ്രീഡം അനുഭവിക്കുന്നത്. സ്തോത്രം. ഞാൻ ഇവിടുന്ന് ചോരത്തളി ആചരിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ആമേൻ. ഇന്ന് രാത്രി ചോര നാറുന്ന ഒരവസ്ഥയാണോ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്? എത്രയോ മനോഹരമായ ഒരു അനുഭവമാണ് കർത്താവ് നമുക്ക് തന്നത്. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ വീട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്നിരുന്ന് ആമേൻ സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുക ഇന്ന് രാത്രി നമ്മൾ. ആമേൻ. അപ്പൊ ഇത്രയും ഭയങ്കരമായ ഗൗരവമുള്ള ഒരു വിഷയമാണ് കുഷ്ഠം എന്ന് പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ വേണം ഈ 2 സിനേരിയകൾ നമ്മൾ ചിന്തിക്കാൻ ഇന്ന് രാത്രി. മനസ്സിലാകുന്നുണ്ടോ? കാര്യങ്ങൾ ദൈവത്തിന് സ്തുതിച്ചേ. ഇനി ഇത് മാത്രമല്ല, ഇവന് കൂട്ടത്തിലെങ്ങും വരാനൊക്കത്തില്ല. ഇവന് സമൂഹത്തിൽ അകലം പാലിച്ച് നടക്കാനൊക്കത്തുള്ളൂ. പോകുമ്പോൾ ഇവന് ചുമ്മാതെ പോകാനും ഒക്കത്തില്ല. അതിന് 42-ാമത്തെ വാക്യം വന്നു. 42 14-ന്റെ
13:44 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. 13-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു. വായിച്ചാട്ടെ. അവൻ അശുദ്ധൻ തന്നെ, പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് തീർത്തു വിധിക്കണം. ആരെയാ? കുഷ്ഠരോഗിയാ. അവന് തലയിൽ കുഷ്ഠരോഗമുണ്ട്. വടിവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. അവന്റെ തല മൂടാതിരിക്കണം. അവന്റെ തല മൂടരുത്. എന്തെല്ലാം ബുദ്ധിമുട്ടെന്നറിയാമോ? അവൻ അതരം മൂടിക്കൊണ്ടിരിക്കണം. അശുദ്ധൻ അശുദ്ധൻ. അവൻ തന്നെ പോകുന്ന വഴിയിൽ മൊത്തം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോണം, ഈ വ്യക്തി കുഷ്ഠരോഗിയാണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? സ്വന്തം രോഗം വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട അവസ്ഥ. അനുസരിക്കാതെ വേറെ പ്രമാണമില്ല. നമ്മുടെ ഭാഷ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വീടിന് പുറത്തിറങ്ങണമെങ്കിൽ, അല്ലെ അവരെ ആക്കിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് അവർക്ക് പുറത്തു പോകണമെങ്കിൽ അവർക്ക് മിണ്ടാതെ ഇരിക്കണം. അപ്പൊ തന്നെ മറ്റൊന്നും സംസാരിക്കാൻ പാടില്ല. അപ്പൊ തന്നെ അവൾ എന്തോ പറഞ്ഞുകൊണ്ട് നടന്നോണം, അശുദ്ധൻ അശുദ്ധൻ അശുദ്ധൻ. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ചു പാർക്കണം. അവന്റെ പാർപ്പ് പാളയത്തിന്റെ പുറത്തായിരിക്കണം. സ്തോത്രം. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. അത്ര ഭയങ്കരമായ ഒരു രോഗമാണ് കുഷ്ഠരോഗമെന്ന് പറഞ്ഞാൽ. കൂന് പ്രശ്നമില്ല, കണ്ണു കാണത്തില്ല, പ്രശ്നമില്ല. സ്തോത്രം. കൈ കാലില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഈ രോഗം ഒരുത്തനെ ബാധിച്ചാൽ അവൻ്റെ സോഷ്യൽ ബീയിങ്ങിൽ, അവൻ്റെ സൊസൈറ്റിയിൽ, അവൻ്റെ വീട്ടിൽ പോലും അവൻ മാറ്റപ്പെട്ടവനാണ്. അത്രേ ഗൗരവമുള്ള വിഷയത്തെയാണ് ലൂക്കോസിൽ നമ്മൾ വായിച്ച് ദൈവം കൈകാര്യം ചെയ്യുന്നേ. സ്തോത്രം. എന്നാൽ ശ്രദ്ധിച്ചേ, ആമേൻ. ഇനി നമ്മൾ ആ ചിന്തിച്ച ഭാഗത്തിലേക്ക് വന്നേ. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വിടുതലിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന കുഷ്ഠരോഗിയെ നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താ കുഷ്ഠരോഗി കൊടുത്തിരിക്കുന്ന പ്രമാണം? അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചുകൊണ്ട് നടക്കണം. സമൂഹത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അവൻ്റെ പാർപ്പ് പാളയത്തിൻ്റെ പുറത്തായിരിക്കണം. അവന് സെപ്പറേറ്റ് ഒരു ലൈഫാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരാമ്യം പറഞ്ഞേ. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ വ്യവസ്ഥയെല്ലാം അവിടെ നിൽക്കുമ്പോഴും മത്തായിൽ കാണുന്ന കുഷ്ഠരോഗിയെ നിങ്ങൾ ശ്രദ്ധിച്ചേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടുകൂടെ എന്നോട് വരണം. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നു അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, പ്രമാണം അനുവദിക്കുന്നുണ്ടോ? ഇവൻ വന്നത് എങ്ങനാ? അശുദ്ധൻ 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 എന്ന് വിളിച്ചുകൊണ്ടായി വരുന്നേ. ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചവൻ യേശുവിൻ്റെ കാൽക്കൽ വന്ന് അവനെ നമസ്കരിച്ചിട്ട് പറയുക, എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാക്കണം. അവിടെ അടുത്ത വാക്യം എന്തോ പറയുന്നത്? നീ ആരാ? നിന്നെ ആരാ ഇങ്ങോട്ട് വിട്ടെ? നിനക്ക് പ്രമാണമില്ലയോ എന്ന് വല്ലതും കർത്താവ് ചോദിച്ചോ? ഒറ്റ സെക്കൻഡിൽ യേശു അവനെ തൊട്ട് സൗഖ്യം ആക്കി. ആ തൊട്ട് സൗഖ്യമാക്കി എന്നുള്ളത് വരച്ച് വെച്ചോണം. തൊട്ട് സൗഖ്യമാക്കി. തൊടാൻ പ്രമാണമില്ല, അടുത്ത് നിൽക്കാൻ പ്രമാണമില്ല. സ്വതം. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിച്ച ഒരു വലിയ സന്ദേശമുണ്ട്. എന്നറിയാമോ? ഈ പുരുഷാരത്തോടുകൂടെ യേശു നടന്നു വരുമ്പോൾ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരുത്തം വരുന്നത് കണ്ട് ആ പുരുഷാരത്തിൽ പലരും പിന്മാറിക്കാണും, അല്ലേ? സ്തോത്രം. കാരണം വ്യവസ്ഥയനുസരിച്ച് ഇവൻ്റെ കൂടെ നിൽക്കാനൊക്കത്തില്ല. വ്യവസ്ഥയനുസരിച്ച് ഇവനെ കണ്ടാൽ സ്തോത്രം വഴിമാറിപ്പൊക്കോണം. ഇവൻ പക്ഷേ ഇതൊന്നും കൂസ
അലസാതെ, ഇവൻ ഇതൊന്നും തിരിച്ചറിയാതെ, ഹല്ലേലൂയ സ്തോത്രം, ന്യായപ്രമാണം അറിയാവുന്നവർ, ഹല്ലേലൂയ ഈ രോഗത്തിൻ്റെ കാഠിന്യം അറിയാവുന്നവർ എല്ലാവരും ആ ഭാഗത്തുനിന്ന് മാറിക്കാണും. പക്ഷേ ഈ സകല ജനങ്ങളും മാറിപ്പോയപ്പോഴും മാറാതെ ഒരുവൻ അവിടെ നിൽപ്പുണ്ട്. അവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇതിനകത്ത് ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പലരും നമ്മളെ കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനത കണ്ടിട്ട്, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ രോഗം കണ്ടിട്ട്, ആമേൻ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് വിധി എഴുതി പലരും മാറിപ്പോയപ്പോഴും, ഹല്ലേലൂയ ഇന്ന് രാത്രി നമുക്ക് ആരാധിക്കാൻ വകയുണ്ട് പ്രിയരെ, നമുക്ക് സ്തുതിക്കാൻ വകയുണ്ട്, നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വകയുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ സകലരും മാറിപ്പോയപ്പോഴും യേശു ഒരടി പോലും പുറകോട്ട് പോകാതെ അവിടെ തന്നെ നിൽക്കുകയാ. ഹല്ലേലൂയ. അതാ നമ്മൾ വിടുവിക്കപ്പെടാനുണ്ടായ കാരണം കേട്ടോ. ഹല്ലേലൂയ. ന്യായപ്രമാണം മാറിപ്പോയി, ന്യായപ്രമാണം അറിയാവുന്നവർ മാറിപ്പോയി. ഹല്ലേലൂയ. പക്ഷേ മുൻപോട്ട് കടന്നു വന്ന് ഞാൻ സകലത്തിൻ്റെയും നിവൃത്തിയാണെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി നമ്മുടെ കുഷ്ഠം മാറ്റാൻ, നമ്മുടെ ശാപത്തെ നീക്കാൻ, നമ്മുടെ പാപത്തെ നീക്കാൻ മുൻപോട്ട് വന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനെയാ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. അതാണ് ഈ രാത്രി നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. ന്യായപ്രമാണം അറിയാവുന്നവർ മുഴുവൻ ഇവൻ വരുന്നത് കണ്ട് മാറിക്കാണും. പക്ഷെ മാറാതെ ഒരുവൻ അവിടെ നിൽപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരം എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്? നമ്മളെ കൈവിട്ടോ പലരും, നമ്മുടെ മുൻപിൽ മാറി നിന്ന പലരും നോക്കി നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ ഇന്ന് രാത്രി നമ്മൾ ചേർത്ത് പിടിച്ചൊരു ദൈവസ്നേഹമോർത്ത് എത്ര പേർക്ക് രാത്രി കർത്താവിനെ നന്ദി പറയാൻ പറ്റും? എല്ലാവരും ഒന്ന് കർത്താവ് സ്തോത്രം ചെയ്താട്ടെ. കർത്താവെ, കുഷ്ഠത്തിൻ്റെ, പാപത്തിൻ്റെ അധമപാതാളത്തിൽ നിന്ന് ആർക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ, ആർക്കും ഞങ്ങളെ വിടുവിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ, ഞങ്ങളുടെ മുൻപിൽ ധൈര്യത്തോടെ ഇറങ്ങി വന്നവൻ, ഞങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ, ഞങ്ങളുടെ കുഷ്ഠം മാറ്റാൻ, ഞങ്ങളുടെ രോഗസൗഖ്യമാക്കാൻ, പാപം നിമിത്തം പുറന്തള്ളപ്പെട്ട് കിടന്ന എന്നെ, പാപം നിമിത്തം പാളയത്തിന് പുറത്താക്കിയിട്ടിരുന്ന എന്നെ, പാപം നിമിത്തം സഭയ്ക്ക് പുറത്തായി കിടന്ന എന്നെ വീണ്ടെടുക്കാൻ രാത്രി നന്ദിയുണ്ടെങ്കിൽ ഹൃദയത്തിനകത്തുനിന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചിട്ട് നന്ദി പറ. കർത്താവെ, അങ്ങ് നൽകിയ സ്നേഹം പോലെ, അങ്ങ് പകർന്ന കൃപ പോലെ, അങ്ങ് താങ്ങി നിർത്തിയതുപോലെ വേറെ ആരും എന്നെ നിർത്തിയിട്ടില്ല. കൂടെ നടക്കുന്നവരും ഹല്ലേലൂയ ചേർന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവരൊക്കെ ആമേ കാലുകൾ പുറകോട്ട് വലിച്ചപ്പോ, മുഖം തിരിച്ചു മാറ്റിയപ്പോ, മനുഷ്യത്വമില്ലാതെ നോക്കിയപ്പോ, ദേഷ്യത്തോടെ നോക്കിയപ്പോൾ യേശുവിന്റെ പാപത്തിന് വ്യത്യാസമില്ല. യേശുവിന്റെ കാല് പുറകോട്ട് പോയില്ല. കാരണം എന്നാ? ന്യായപ്രമാണത്തേക്കാൾ എന്റെ യേശു വലിയവനായതുകൊണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ ന്യായപ്രമാണം വലുതാന്ന് പറഞ്ഞ് ഇവന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയപ്പോ യേശു പറയാതെ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെക്കാൾ വലിയവനാണ്. ഇത്ര നല്ല രക്ഷകായ യേശുവേ, ഇത്രമാം സ്നേഹം നീ എന്തു ഞാൻ നൽകിടും തുല്യമാ. ഏഴയേ നിൻ മുൻപിൽ യാഗമാ, എന്തു ഞാൻ നൽകിടും തുല്യമാ. ഏഴയേ നിൻ മുൻപിൽ. കേട്ടോ, നമ്മളെല്ലാം ബാധിച്ചിരുന്ന രോഗം ഏതാ? പാപമെന്ന കുഷ്ഠമായിരുന്നു. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ അത് വ്യാപരിച്ചതായിരുന്നു. നമ്മൾ പാളയത്തിൻ്റെ പുറത്തായിരുന്നു. നമ്മളെ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുകയായിരുന്നു. നമ്മുടെ മേലെഴുത്ത് അശുദ്ധനെന്നായിരുന്നു. നമ്മുടെ പോക്കിലും വരവിലും നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നമ്മുടെ നെറ്റിക്ക് എഴുതിയൊരു വാക്ക്, ഇവൻ അശുദ്ധൻ, ഇവൻ അശുദ്ധൻ, ഇവൻ അശുദ്ധൻ. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് ആരാധിക്കാൻ വകയുണ്ട് പ്രിയരെ. ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് വകയുണ്ട്. ആരുടെ ശുപാർശയില്ലാതെ ആമേൻ സകലരും മാറിപ്പോയപ്പോ നമ്മളെ അഭിസംബോധന ചെയ്ത ഒരുവനെയാ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. യേശു അവനെ തൊട്ടു, സൗഖ്യമാക്കി. എല്ലാവരും പറഞ്ഞേ, സൗഖ്യമാക്കി.
ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു ചിന്ത തന്നു. ഇന്ന് രാത്രി അത് ഞാൻ പറയാൻ പോകുകയാ. ശ്രദ്ധിച്ചേ. പ്രമാണം അറിയാവുന്നവർ യേശുവിൻ്റെ ചുറ്റുമുള്ളത്, യഹൂദന്മാർ, ഫരീശന്മാർ യേശുവിൻ്റെ കൂടെയുണ്ട്. എൻ്റെ ചോദ്യം, ഇവൻ പ്രമാണം അറിയാത്തവനാണോ? ആണോ? അല്ല. ന്യായപ്രമാണം ആർക്കറിയാം? ഇവനറിയാം. എതിർപ്പുകൾ ഉണ്ടായിട്ടും നിയമം അനുവദിക്കാതിരുന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് ഇവൻ യേശുവിന്റെ മുമ്പിൽ വന്നേ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മളാണെ പറഞ്ഞ ഇതുപോലൊരു അഹങ്കാരി ആരുടെ മുമ്പിലാണ് നിൽക്കുന്നേ? യേശുവിന്റെ മുമ്പിൽ. ബാക്കിയുള്ളവർക്കൊക്കെ അനുവാദമുണ്ട് വരാൻ, കാരണം അവരാരും കുഷ്ഠരോഗിയല്ല. ജീസസ്. ഇവൻ എന്ത് ധൈര്യത്തിലാ ഈ പ്രമാണം തെറ്റിച്ച് യേശുവിന്റെ മുമ്പിൽ വന്നേ? ഇന്ന് രാത്രി ഈ സന്ദേശത്തിനകത്തെ, ഈ അത്ഭുതത്തിനകത്തെ എൻ്റെ കണ്ണു തുറന്നൊരു ദൂതാണത്. നമ്മളാണ് എന്നാ പറയും മക്കളെ, അവൻ വചനം തെറ്റിച്ചു, അവൻ പ്രമാണം തെറ്റിച്ചു, എന്നിട്ടും യേശു അവനെ വിടുവിച്ചു. അവൻ അഹങ്കാരിയ. അവൻ്റെ ധൈര്യം കണ്ടോ? നോ 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 നോ. യേശുവിൻ്റെ മുമ്പിൽ അവനെ വരുത്തിയത്, ഒന്നാം വാക്യം വായിച്ചേ, 13:8. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെയാണ് അതിന്റെ രഹസ്യം കിടക്കുന്നത്. ഇവനെ ധൈര്യപ്പെടുത്തിയത്, ഇവനെ മുമ്പിൽ കൊണ്ടുവന്നത് അവന്റെ അഹങ്കാരമല്ല. അവന്റെ അവസ്ഥയിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടുമെന്ന് അവന്റെ ഉള്ളിൽ വെളിപ്പാട് കിട്ടിയത്. അവിടെ എഴുതിയിരിക്കുന്നത്, അവനും യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ. ഏതാ മല? 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഇന്ന് രാത്രി? എന്നാ അതിന്റെ പ്രത്യേകത? അവിടെ മത്തായിലാണ് മല. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം എടുത്ത ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ച് എന്നിട്ട് ഞാൻ ദൂതിലോട്ട് വരാം. അവൻ അവരോട് കൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു. കേട്ടോ, മത്തായി അവിടെ മല എന്ന് എഴുതിയിരിക്കുമ്പോൾ മല സത്യം പറഞ്ഞ കർത്താവ് പ്രാർത്ഥിച്ചിട്ട് സമഭൂമിയിൽ നിന്നു. അവിടെയാണ് ഈ പുരുഷാരമുള്ളത്. സ്തോത്രം. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ. അതേ ലൂക്കോസ് 6-ാം അധ്യായത്തിൽ അവൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നവൻ സമഭൂമിയിൽ നിന്നു. ഈ ദൂത് ലൂക്കോസ് എഴുതാനുള്ള കാരണം, ഈ ദൂത് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ 5, 6, 7 അധ്യായങ്ങൾ പുരുഷാരത്തിന്റെ എവിടെയോ നിന്ന് ആര് കേൾക്കുക? ആരുടെ ചെവിയിൽ യേശുവിന്റെ വാക്കുകൾ എത്തി? ഓ ജീസസ്. 5, 6, 7 അധ്യായങ്ങൾ, 3 അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണം ഇവന്റെ അകത്ത് കയറിയപ്പോൾ ഇവന് മനസ്സിലായി, ന്യായപ്രമാണത്തെക്കാൾ വലിയവനാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ അവൻ എന്താ കേട്ടെ? 5-ാം അധ്യായത്തിൽ അവൻ കേട്ടത് വളരെ ശക്തമായ ഒരു കാര്യമാണ്. സ്തോത്രം. അവൻ ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. അവൻ പിന്നെയും കേട്ടു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. 6-ാം അധ്യായത്തിൽ അവൻ എന്താ കേട്ടെ? രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നല്ലോ. അടുത്ത വാക്ക്, അവയെക്കാളും
നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ കിടന്നവൻ കേൾക്കുകയാ, ന്യായപ്രമാണമല്ല അത് നിവർത്തിക്കാൻ വന്ന ഒരുവനാ ഇപ്പൊ എന്റെ മുമ്പിൽ ഇറങ്ങി വരുന്നത്. അവൻ നല്ല ദാനങ്ങളെ കൊടുക്കുന്നവനാണ്. ആമേൻ. വയലിലെ താമരയും, ആമേൻ, സ്തോത്രം, ആമേൻ, ആകാശത്തിലെ പറവകളെയും വിതയ്ക്കാത്തതിനെയും കൊയ്യാത്തതിനെയും കളപ്പുരയിൽ കൂട്ടിവെക്കാത്തതിനെയും ഒക്കെ ദൈവം പുലർത്തുന്നെങ്കിൽ ഇവൻ കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ അവരെക്കാൾ വിശേഷതയുള്ളതല്ലയോ. അവന്റെ അകത്ത് ചൂട് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ 7-ാം അധ്യായത്തിലേക്ക് വന്നു. 7-ാം അധ്യായത്തിൽ എന്താ കാണുന്നത്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. അവന്റെ അകത്ത് ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങി. അവന്റെ അകത്തൊരു ചലനമുണ്ടായി. യാചിച്ചാൽ എനിക്ക് മറുപടി കിട്ടുമെന്ന് അവന് മനസ്സിലായി. അവിടെ എന്നാ അടുത്തത് പറയുന്നറിയോ? മക്കൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളെ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മയെ അത്രയധികം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണത്തിനകത്ത് വിടുതലില്ലെന്ന് പറഞ്ഞ്, എനിക്കൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ്, ഞാൻ പാളയത്തിന് പുറത്താണെന്ന് പറഞ്ഞ് വിധി എഴുതി കിടന്നവന്റെ ഹൃദയത്തിനകത്ത് യേശുവിന്റെ വാക്കുകൾ അസ്ത്രം പോലെ തുളച്ചു കയറിയിട്ട് അവന്റെ അകത്തൊരു വെളിപ്പാട്, എനിക്കൊരു വിടുതലുണ്ട്. ഓ, ഈ രാത്രി ആ വെളിപ്പാട് മനസ്സിലാകുന്നവർ ചേർന്ന് കർത്താവിനെ ഈ രാത്രി ആരാധിക്കുക. ഈ രാത്രി മുൻവിധികൾ അഴിയട്ടെ. ഈ രാത്രി സകല പോരികളും അഴിയട്ടെ. ഓ റവനഘടകഥനെ അടമനഘടകഥനെ അടബത്തുരി വിരിവിഘടകസി അത്തല പ്രവാചഘടകസ്. അവൻ വിധി എഴുതിയതാ പ്രിയരെ. ഈ കുഷ്ഠം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് അവൻ വിധി എഴുതിയതാ. ഓ ഹല്ലേലൂയ. അവനെന്നും പാളയത്തിന്റെ പുറത്ത് ഞാൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് അവന്റെ ജീവിതകാലം മുഴുവൻ വിളിച്ചു പറയുമെന്ന് വിധി എഴുതിയതാ. പക്ഷേ അവനോടുള്ള ദൈവത്തിന്റെ കരുണ അവന്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവശബ്ദം മുഴങ്ങാൻ തുടങ്ങി. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവന്റെ അകത്ത് കയറാൻ തുടങ്ങി. ആമേൻ. 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചലിക്കുന്നവൻ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവൻ, അവൻ ഇരിക്കാൻ പറ്റിയില്ല. ഇന്ന് രാത്രി എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞ ദൂത് ഞാൻ പറയാ, നിന്നെ ആരൊക്കെ വിധി എഴുതിയിട്ടാലും നിന്റെ അകത്ത് കർത്താവിന്റെ വചനം കയറാൻ ഈ രാത്രി ഇടയായാൽ നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് കരുത്തുണ്ട്. പ്രാർത്ഥിച്ചേ, ഈ രാത്രി പ്രാർത്ഥിച്ചേ. ആർക്കാ വെളിപ്പാട് രാത്രി മനസ്സിലാകുന്നേ? ന്യായപ്രമാണവനെ വിലക്കിയിട്ടിരുന്ന ഇടത്തുനിന്ന്, ന്യായപ്രമാണവനെ മാറ്റിയിട്ടിരുന്ന ഇടത്തുനിന്ന് മോശയുടെ ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഓ, എന്നെ വെളിപ്പാടാ പ്രിയരേ. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ. സാധിക്കത്തില്ലെന്നല്ലേ എല്ലാരും പറഞ്ഞേ? ഹല്ലേലൂയ. ഇന്നലെ കണ്ടപ്പോഴും ആമേ സ്തോത്രം ദൂരെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, എന്നാലും നിനക്ക് ഈ അവസ്ഥ വന്നു പോയല്ലോ, നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഒരു കുഷ്ഠരോഗിയായി പോയല്ലോ, നീ എന്നും ഇങ്ങനെ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയേണ്ട വന്നല്ലോ. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊരു ദൂത് പറയാനുണ്ട്. ഇന്ന് രാത്രി ന്യായപ്രമാണത്തെ തിരുത്തി എഴുതിയോ, ന്യായപ്രമാണത്തെ നിവർത്തിച്ചോ, ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ സ്വന്തം ശിരസിൽ വഹിച്ചവൻ ഈ 17-ാം രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ മേൽ എഴുതിയിരിക്കുന്ന ശത്രുവിന്റെ വിധികളെ തിരുത്തി എഴുതാൻ കരുത്തുള്ളവനാണിവൻ.
യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചില പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന പാപത്തിന്റെ കെണികൾ രാത്രി അഴിയട്ടെ. ഒരു സ്വാതന്ത്ര്യം ഈ രാത്രി വെളിപ്പെടട്ടെ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി സൗഖ്യമാകട്ടെ. ഓ, ഒരു വശത്ത് ന്യായപ്രമാണം അവനെ പുറകോട്ട് വലിച്ചപ്പോ ന്യായപ്രമാണത്തെക്കാൾ വലിയവൻ ഇറങ്ങി നിന്നിട്ട് പറയുക, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, കിട്ടും, കിട്ടും. ഇന്ന് രാത്രി ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പിശാച് തരത്തില്ലെന്ന് പറഞ്ഞത്, പിശാച് വിലക്കി വെച്ചിരിക്കുന്നത്, പല കാരണങ്ങൾ പറഞ്ഞ് നീ അനുഭവിക്കല്ലെന്ന് പറഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്നതിനെ ഇന്ന് രാത്രി ആത്മാവ് പറയുകയാ, സ്വർഗീയ സ്വാതന്ത്ര്യം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ആത്മമണ്ഡലത്തിൽ ഈ രാത്രി യേശു വെളിപ്പെടുത്തുകയോ. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ പൈശാചിക പദ്ധതികൾ ഇന്ന് രാത്രി പൊളിഞ്ഞു മാറട്ടെ. പൈശാചിക വെല്ലുവിളികൾ ഈ രാത്രി പൊളിഞ്ഞു മാറട്ടെ. ഇപ്പോഴും അടിമനുഖത്തിൽ ഇട്ടിരിക്കുന്ന വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. ഓ ജീസസ്. ഉടബന ഘടക ജഗടകദന രഗദഘടകദന അർത്ഥന ജഗടകദന റിഗദിനി ബിരിബി ഘടകദന. ജീസസ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ ഹല്ലേലൂയ, പിന്നെ അവൻ പ്രമാണം നോക്കിയില്ല. ഹല്ലേലൂയ, ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ അവൻ എതിർപ്പ് നോക്കിയില്ല. അവന് മനസ്സിലായി, ഇവന്റെ കാൽക്കൽ വീണാൽ ഇനി ഞാൻ അശുദ്ധനല്ല. ഇവന്റെ കാൽക്കൽ വീണാൽ എന്റെ ജീവിതം മാറി മറിയോ. ഓ, ഈ രാത്രി ആരോടെ പരിശുദ്ധാത്മ ഇടപെടുകയാ. നിന്റെ ജീവിതത്തെ കുറ്റം പറയുന്ന, നിന്റെ ജീവിതത്തെ അശുദ്ധനെന്ന് വിളിപ്പിക്കുന്ന പൈശാചിക പോരുകളുടെ മേൽ ഇന്ന് രാത്രി ക്രൂശിലെ സ്വാതന്ത്ര്യം നിനക്ക് വിടുതൽ നൽകുകയാ. അഴിയട്ടെ. പാപത്തിന്റെ പങ്കിലമായ പാപത്തിന്റെ കുറ്റബോധങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. നീ ഒരു പാപിയാണെന്ന് നിനക്ക് കർത്താവിന് അഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സകല കുഷ്ഠത്തിന്റെ വ്യാപാരവും ഈ രാത്രി സ്വർഗം അഴിച്ചു മാറ്റുകയാ. പിന്നെ അവനൊന്നും ആലോചിച്ചില്ല, കൂടാരെന്ന് ആലോചിച്ചില്ല. ഇന്ന് രാത്രി കേട്ടോ, വെളിപ്പാട് കിട്ടിയാ പിന്നെ ഓങ്ങി നിൽക്കരുത്. ഹല്ലേലൂയ. ക്രിസ്തു ആരാന്ന് വെളിപ്പാട് കിട്ടിയ, നിന്റെ മുമ്പിലുള്ള സ്വാതന്ത്ര്യം എന്തോന്ന് വെളിപ്പാട് കിട്ടിയ അച്ചാച്ചനെ അമ്മാമ്മയെ നോക്കി നിൽക്കരുത്. കർത്താവിന് മുമ്പിൽ വീണോണം, കർത്താവിന്റെ മുമ്പിൽ വീണോണം. അവൻ നിന്റെ മേൽ കൈവെക്കാൻ, അവൻ നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ, നിന്റെ അകത്തു പകർന്ന വെളിപ്പാട് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിക്കാൻ ദൈവം വിശ്വസ്തനാ. നിങ്ങളൊന്ന് ആലോചിച്ചേ. അത് കഴിഞ്ഞ് ഇറങ്ങി മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഇവൻ ചാടി യേശുവിനെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. യേശുവിന് ഒരു ഉത്തരവും പറയാനില്ല. മനസ്സുണ്ട് സൗഖ്യമാക എന്ന് പറഞ്ഞ് അവനെ തൊട്ടു. യേശുവിനെ അറിയാഞ്ഞിട്ടാണോ? ഇത്രയും നൂറുകണക്കിന് ആൾക്കാർ അവൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ദൂരത്തെ വിടിരുന്നോ കേൾക്കുന്ന ഒരു കുഷ്ഠരോഗിയെ യേശു കാണുന്നുണ്ട്. എവിടെയോ ഇരുന്ന് കേൾക്കുന്നത് ഇന്ന് രാത്രിയും ദൈവം കേൾക്കുന്നുണ്ട് കേട്ടോ. നിന്റെ വിഷയം ആരോടും പറയാൻ കഴിയാതെ, സമൂഹത്തോട് അടുക്കാൻ കഴിയാതെ, നിന്റെ വിഷയം പരസ്യമായി പറയാൻ കഴിയാതെ നീ മൂലയ്ക്കിരുന്ന് കരയുന്നത് ഒരു ദൈവം കാണുന്നുണ്ട്. ഇന്ന് രാത്രി കർത്താവ് വിഷയം കൈകാര്യം ചെയ്യാതെ പോകത്തില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ അവന്റെ കാൽക്കൽ ഇന്ന് രാത്രി വീഴാൻ തയ്യാറാകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു സൗഖ്യം നടക്കട്ടെ. നിന്നെ മുദ്ര കൂട്ടിയിരിക്കുന്ന സകല മുദ്രകളും രാത്രി പൊളിയാൻ പ്രാർത്ഥിക്കുക. എതിർപ്പ് വകവെക്കണ്ട. ഹല്ലേലൂയ. അതാണ്
ആമേൻ 12 വർഷം രക്തസ്രാവം ബാധിച്ചപ്പോൾ പറഞ്ഞത്, അവൻ എനിക്ക് എതിർപ്പ് വിഷയമല്ല, എനിക്ക് എതിർപ്പ് വിഷയമല്ല, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുവിൽ ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടെന്ന് പറയുന്ന പിശാചിനോട് പറ, ആമേൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന പിശാചിനോട് പറ, പോയി വരെ പണി നോക്ക് പിശാചേ. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. എന്റെ ദൈവം എന്റെ വിഷയത്തെ തൊടും. എന്റെ ദൈവം എന്റെ വിഷയത്തെ തൊടും. എന്റെ ദൈവം എന്റെ വിഷയത്തെ തൊടും. ഓ, ഈ രാത്രി ചില വിഷയങ്ങളെ സ്വർഗം തൊടട്ടെ. ചില വിഷയങ്ങളെ ദൈവം തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വിധികൾ മാറ്റി എഴുതപ്പെടട്ടെ. ആരാധിക ആരാധിക ആരാധിക. ജഗടഗതന തൊടട്ടെ തൊടട്ടെ തൊടട്ടെ. കർത്താവേ, അങ്ങയുടെ കരം ഇതിനകത്തിരിക്കുന്ന ചിലരെ തൊടട്ടെ. ഓ, കത്തട്ട വെളിപ്പാടിന്ന് രാത്രി അകത്ത് കേറട്ടെ. മുന്നും പിന്നെ നോക്കിയില്ല. യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണിട്ട് പറഞ്ഞു, കർത്താവ് എനിക്ക് സൗഖ്യമാകണം. എന്നെ അശുദ്ധനം നിന്നിട്ടിരിക്കുക, എന്നെ പാളയത്തിൻ്റെ പുറത്തിട്ടിരിക്കുക, എനിക്ക് സൗഖ്യമാകണം. കർത്താവ് തൊടും കേട്ടോ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, യേശു ആരാന്നുള്ള വെളിപ്പാട് അകത്ത് കയറണം. ഇവൻ്റെ അകത്ത് യേശു ആരാന്നുള്ളത് ഇവന് മനസ്സിലായി. ന്യായപ്രമാണമല്ല വലുത്, മോശ എഴുതിയ ന്യായപ്രമാണമല്ല വലുത്, അതിനേക്കാൾ വലിയവൻ, അത് കൊടുത്തവനാണ് ഇവനെന്ന് അവന് മനസ്സിലായി. ഇന്ന് രാത്രി കർത്താവ് ആരാണെന്നുള്ളൊരു വെളിപ്പാട് നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീര് കർത്താവ് തൊട്ടിരിക്കും. ഹല്ലേലൂയ. പക്ഷെ 10 കുഷ്ഠരോഗികൾ അവർ ആ പ്രമാണത്തിൽ നിന്നു. അവരകലെ നിന്ന് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞേ? ഞങ്ങളോട് കരുണയുണ്ടാകണം. യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണം. ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല, സമയമില്ല. ഒറ്റയാള് മാത്രമേ യേശു ആരാൻ തിരിച്ചറിഞ്ഞുള്ളൂ. 10 പേര് സൗഖ്യമായി, 10 പേര് വിടുവിക്കപ്പെട്ടു. പക്ഷെ പോകുന്ന വഴിയിൽ സൗഖ്യമായത് കണ്ടപ്പോൾ ഒരാൾ മാത്രം രണ്ടാമത് കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്നു. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ കർത്താവ് അവരോട് പറയുന്നൊരു പദമുണ്ട്. വായിച്ചാട്ടെ. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണു. അവന് നന്ദി പറഞ്ഞു. കർത്താവ് ആരാണെന്നുള്ള തിരിച്ചറിവ് അവന് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി 9 പേരും വിടുവിക്കപ്പെട്ടു. പക്ഷെ കർത്താവിൻ്റെ കാൽക്കൽ വീഴാൻ, കർത്താവിൻ്റെ പാദപീഠം കെട്ടിപ്പിടിക്കാൻ ഇന്ന് രാത്രി നമ്മൾ തയ്യാറാകുക. ഇവിടുത്തെ അത്ഭുതങ്ങളെക്കാൾ വലുത് അത്ഭുതം ചെയ്യുന്നവനാണ്. കണ്ണുകളടച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, കുഷ്ഠം പിടിച്ച് കിടന്ന എന്നെ, പാളയത്തിൻ്റെ പുറത്ത് തള്ളപ്പെട്ട് കിടന്ന എന്നെ, ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന എന്നെ സൗഖ്യമാക്കി ചേർത്ത് പിടിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദി എന്ന് രാത്രി പറ. യേശു ഇവിടെ അവരെ തൊട്ടില്ല. പക്ഷെ മത്തായി നമ്മൾ വായിക്കുന്നു, അവനെ തൊട്ടു. ഇവിടെ തൊട്ടില്ല, ഇവിടെ യേശു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? യേശുവിന് തൊട്ടും സൗഖ്യമാക്കാൻ അറിയാം, യേശുവിൻ്റെ വാക്കുകൾക്കും സൗഖ്യമാക്കാൻ കഴിയും. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചന ഞങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മേലെടുത്ത് വരട്ടെ. ഞങ്ങളെ അശുദ്ധരെന്ന് വിധി എഴുതിയിട്ടിരുന്നതിൻ്റെ നടുവിൽ നിന്ന്
ഞങ്ങളെ വിശുദ്ധരാക്കി മാറ്റിയ സ്നേഹത്തിനായി ഇന്ന് രാത്രി ഞങ്ങൾ നന്ദി പറയുന്നു.